സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി സർക്കാർ വക കമ്പനി രൂപീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആലോചിച്ചു വരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വൻകിട മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിക്കുക എന്നതല്ല പുതിയതായി ലക്ഷ്യമിട്ടിരിക്കുന്ന കമ്പനിയുടെ ലക്ഷ്യമായി കണക്കാക്കുക. ഗ്രാമപഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കും ചെലവ് കുറഞ്ഞ മാലിന്യ സംസ്കരണ രീതികൾ പരിചയപ്പെടുത്തുക, പരിസ്ഥിതി സൗഹൃദമായ മാലിന്യ സംസ്കരണ രീതികൾ തയ്യാറാക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇത്തരം മാർഗങ്ങളിലേക്ക് ചെറുകിട ഇടത്തരം നിക്ഷേപകരെ ആകർഷിക്കുക, സാനിറ്റേഷൻ മേഖലകളിലേക്ക് സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്നിവയാണ് കമ്പനിയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കൊച്ചി നഗരത്തിൽ വിജയം കൈവരിച്ച ക്ലീൻ സിറ്റി പ്രോജക്റ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കമ്പനി രൂപീകരിക്കുന്നതിന് സർക്കാർ ആലോചിച്ചിട്ടുള്ളത്. കൊച്ചി വിമാനത്താവള കമ്പനിയായ സിയാൽ മോഡലിലായിരിക്കും കമ്പനി ആരംഭം കുറിക്കുക. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ രൂപീകരിക്കുന്ന കമ്പനിയുടെ രജിസ്ട്രേഷൻ നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറായി ദേശീയ സമ്പാദ്യ പദ്ധതി പരിശീലന വിഭാഗം ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ കബീർ വി ഹുറൂണിനെയാണ് നിയമിക്കുക. 10 കോടി രൂപ ഓഹരി മൂലധനമുള്ള കമ്പനിയുടെ 50% ഓഹരി സംസ്ഥാന സർക്കാരിന്റെ കൈവശമായിരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഓഹരികൾ എടുക്കാം. 1000 രൂപ മുഖവിലയുള്ള ഓഹരികളായിരിക്കും വിറ്റഴിക്കുക. നഗരവികസന മന്ത്രി ചെയർമാൻ, തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറി എന്നിവർ ഡയറക്ടർമാരുമായിരിക്കും. ഇവർക്ക് പുറമെ ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, പ്ലാനിംഗ്, നഗരകാര്യ സെക്രട്ടറിമാരും ഡയറക്ടർമാരായിരിക്കും. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള മാലിന്യ സംസ്കരണ രീതികളാവും കമ്പനി മുന്നോട്ട് വയ്ക്കുക. മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക, പുനരുപയോഗത്തിനുള്ള പ്രാപ്തിയുണ്ടാക്കുക, പുനഃസംസ്കരണം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജനസൗഹൃദമായി നടപ്പിലാക്കും. ക്ലീൻ കേരള കമ്പനി നിലവിൽ വരുന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ സംസ്കരണത്തിനുള്ള നോഡൽ ഏജൻസിയായി ഇത് മാറും. ഇതിൽ നിന്ന് ലഭ്യമാക്കുന്ന കൺസൾട്ടൻസി ഫീസ് ആയിരിക്കും പ്രധാന വരുമാനമാർഗം. ഇതിന് പകരമായി പ്ലാന്റിന്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം കമ്പനി നിർവഹിക്കും. ഒരു പഞ്ചായത്തിൽ 10 പേർക്ക് മാലിന്യ സംസ്കരണത്തിനുള്ള തൊഴിൽ നൽകാൻ കഴിയുമെന്നാണ് കമ്പനിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കേരളത്തിലൊട്ടാകെയുള്ള 1000 പഞ്ചായത്തുകളിലായി ചുരുങ്ങിയത് 10,000-ഓളം പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള സ്ഥാപനങ്ങളുമായുള്ള സഹകരണം, രാജ്യാന്തര ഏജൻസികളിൽ നിന്നുള്ള വായ്പാ സമാഹരണം എന്നിവയും കമ്പനിയുടെ ചുമതലയായിരിക്കും. പ്രവർത്തന മൂലധനമായി സംസ്ഥാന സർക്കാർ കമ്പനിക്ക് 2.5 കോടി രൂപ നൽകും. തുടർന്നുള്ള പ്രവർത്തനത്തിന് കമ്പനി സ്വന്തം നിലയിൽ പണം കണ്ടെത്തണം. കൊച്ചി നഗരത്തിൽ മാലിന്യ സംസ്കരണം രൂക്ഷ പ്രതിസന്ധി നേരിട്ട കാലത്താണ് ക്ലീൻ സിറ്റി പദ്ധതിയുടെ പ്രോജക്റ്റ് ആരംഭിച്ചത്. നഗരമാലിന്യത്തിന്റെ 35% ഫ്ളാറ്റുകളിൽ നിന്നാണെന്നിരിക്കെ നഗരത്തിലെ 95% ഫ്ളാറ്റുകളെയും സഹകരിപ്പിച്ച് നടപ്പിലാക്കിയ പദ്ധതി പ്രതിദിനം 25 ടൺ വരെ മാലിന്യം സംസ്കരിക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് ക്ലീൻ സിറ്റി പ്രോജക്റ്റിലൂടെ 40 ടൺ വരെ മാലിന്യം സംസ്കരിക്കാൻ കൊച്ചിയിൽ കഴിയുന്നുണ്ട്. മാലിന്യത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് ട്രേഡിംഗ് യൂണിറ്റ് ആരംഭിച്ചത് കൊച്ചി നഗരസഭയിലുമാണ്.